ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു പ്രത്യേക കണ്ടന്റ് ആണ് ചെയ്യുന്നത്. രാത്രിയാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്. അതെ, കണ്ടന്റ് സർപ്രൈസ് ആണ്. രാത്രി ഇപ്പൊ സമയം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് കണ്ടന്റ് തലയിൽ വന്നത്. അതെ ഗൈസ്, സോ ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി കണ്ടന്റ്. വായിക്കട, നീ വായിക്ക, ലവ് ലെറ്റർ വായിക്കും. നീ വായിക്ക്. വായിക്ക്. അയ്യോ, വായിക്കണം നിങ്ങള്. വായിക്ക് വായിക്ക്. ഞാൻ വായിക്കാം. ഡിയർ തക്കടു പഠിച്ചിരിക്കുന്ന ഡിയർ തക്കടു, എനിക്ക് 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 വായിക്ക്, ബാക്കി വായിക്കണം നീ. കത്ത്. ഡിയർ തക്കടു, വായിക്കണം നീ, ബാക്കി വായിക്കണം. ബാക്കി വായിക്ക് നീ. വായിക്കട. വായിക്ക്. എനിക്ക് വേറൊരാളെ കിട്ടി. ഞങ്ങള് പോയി ബാക്കി വായിക്കടാ. എന്റെ ഒരു ചുമ കേട്ടില്ല, ഒന്നുകൂടി. മതി മതി മതി, ആക്കി ചോമിച്ചത് മതി കേട്ടാ. വായിക്കട നീ. എന്റെ പുതിയ അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ലവറിനെ കാണുന്നില്ല. തക്കടു വേഗം പോയാൽ കുത്തിക്കൊന്നു. അതെന്താ കത്ത് വായിക്കുന്നില്ല, കുത്തി കൊല്ലണ. വായിക്ക്. നോക്കുമ്പോ കാണുന്നില്ല. അപ്പൊ സൈഡിൽ ഒരു പെട്ടി ഉണ്ടായി. ഇതെന്താ കഥയെ പറയണ നീ? ലെറ്റർ വായിക്കാൻ പറഞ്ഞപ്പോ കഥ പറയണ്. ആദ്യം തൊട്ടേ റീവൈൻഡ് കഴിച്ച് റീവൈൻഡ്. ഓക്കെ. ഡിയർ തക്കടു, ഇതാണ് നിനക്കുള്ള അവസാനത്തെ ലവ് ലെറ്റർ. നിന്നെ ലെറ്ററോ വിളിക്കുകയോ കോണ്ടാക്റ്റോ ചെയ്യുകയില്ല. എനിക്ക് പുതിയ ലവ്. അതിന്റെ എന്താണ് നീ ചിരിക്കണ? വായിക്കണ നീ. ഇമോഷണൽ ആണ് ബാക്ക്ഗ്രൗണ്ട്. വായിക്ക് 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 വായിക്ക്. നീ ലവറിന് കിട്ടി. കഥയാണ് ഇത്. തക്കൂടാണ് പറഞ്ഞു നടക്കണേ. എവിടെ വെച്ച് നിർത്തിയാൽ ആത്മാവിന് ഭയങ്കര കഥ മാറിപ്പോയി. ഓക്കെ, വൺസ് മോർ ഗൈസ്. റിവൈൻഡ്. 1 2. ഓക്കെ. ഡിയർ തക്കടു, ഇത് നിന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യുകയില്ല. നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് പുതിയ ലവറിനെ കിട്ടി. ഞങ്ങളിപ്പോൾ UK-ലാണ്.
അപ്പൊ യുകെയിലെത്തിയ അയ്യോ അപ്പൊ തക്കടു അയ്യോ തക്കുട് നീ എന്ത് കോൺവെർസേഷൻ വായിക്കണം കോൺവെർസേഷൻ ആണ് ഇതുപോലെ ലവ് ലെറ്റർ ആണ് ആ മര്യാദ ബ്രേക്കപ്പ് ലെറ്ററാ. ഓ എന്നാ ബ്രേക്കപ്പ് ലെറ്റർ അപ്പൊ തന്നെ അപ്പൊ ശരി തക്കടു നമ്മൾ ഒരിക്കലും കാണുകയില്ല. ഓക്കെ കോൺവെർസേഷൻ ബൈ ബൈ. ആ ഓക്കെ അപ്പോൾ തക്കടു റിച്ച് ആയിട്ട് യുകെയിലിരിക്കുമ്പോൾ ഒരു ദിവസം വഴിയിലെ കൂടെ നടന്നു പോകുമ്പോ ഒരു പിച്ചക്കാരി ഇരിക്കുന്നു. പേരെന്താ പേരെന്താ എന്തെങ്കിലും പേരിട്ടോ അത് വേണ്ടോ? ഒരു പേര് പറ. ഏത് ഒരു പേര് പറ. നീ ഇട്ടോടാ നിന്റെ ഇഷ്ടമുള്ള പേരിട്ടോ എനിക്ക് പേരൊന്നും ഇഷ്ടമല്ല. പറ ഒരു ഏതെങ്കിലും പേരിട്ടോടാ പേര് പറ. നമുക്ക് തൽക്കാലം നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺ ജുമാനയുടെ പേരിടാം. ആ എന്നാ ജുവാനയുടെ പേര് ആ ജുമാന വഴിയിൽ തെണ്ടുന്നത് കണ്ടു. നാളെ ജുവാന വീട് പറയട്ടെ. നാളെ ജുവാന വീട് കണ്ടിട്ട് നീ എന്നെ പിച്ചക്കാരിയാക്കിയില്ലേ അന്നാലും കുട്ടിച്ചാക്കി പിച്ചക്കാരി ഓക്കെ കണ്ടിന്യൂ ഇതിനെ തപ്പിച്ചിക്കാരി ആദ്യമായിട്ടാണ് നോക്കുമ്പോൾ മീൻസ് പൊക്കി തല പൊക്കി നോക്കുമ്പോൾ ഇതെന്തല്ലോ ജുവാനല്ലേ. അയ്യോ എന്ത് പറ്റി? അപ്പൊ തന്നെ ദേഷ്യത്തിന് എവിടെയാണ് നിന്റെ ലവർ റിച്ചാന്ന് യുകെ പോയി തെണ്ടായാ ഇറങ്ങിയെന്ന് വെച്ച്. അപ്പൊ തന്നെ എന്റെ ഒപ്പം വരുന്നുണ്ടോ എന്ന് വെച്ച്. അപ്പൊ എങ്ങോട്ടാ? അപ്പുറത്തെ തോട്ടിലുകൊണ്ടറിയാ. പിന്നല്ലേ മനസ്സിലായ തക്കട ശരിക്കും സിഗ്മാവയിലായിരുന്നു. ബൈ. നിക്ക് സോ ഗൈസ് ഇതായിരുന്നു ഞങ്ങളെ ഒരു ചെറിയ മിഡ് നൈറ്റ് ലവർ റിവെഞ്ച് സിഗ്മാവേ സ്റ്റോറി. ബൈ 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 സോ ഗൈസ് നാളെ കാണാം ബൈ ബൈ ബൈ.